അല്ല, ഞാൻ ഒഴിയണമെന്ന് പറയുന്ന ആവശ്യം കൃത്യമായിട്ടുള്ള നിലപാടാണ്. ഇവിടെ 101 കൗൺസിലേഴ്സിനുള്ള സൗകര്യങ്ങൾ കോർപ്പറേഷൻ എടുക്കണം. ഈ ശാസ്തമംഗലം ഹെൽത്തിൻ്റെ ഓഫീസ് ആ സൗകര്യങ്ങൾക്ക് വേണ്ടി നൽകിയ സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ എന്തായാലും നഗരസഭ പുതിയ കരാറും റേറ്റും ഒക്കെ പറയട്ടെ. പക്ഷേ എനിക്ക് പറയാനുള്ള അദ്ദേഹത്തിന് നല്ലൊരു ഓഫീസ് MLA ഹോസ്റ്റൽ അദ്ദേഹം തന്നെ പ്രതിനിധാനം ചെയ്യുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കുന്നുകുഴിയിൽ 31-32 റൂമിൽ 2 റൂം അലോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അങ്ങോട്ട് മാറി ഈ പ്രശ്നം പരിഹരിക്കുന്നുള്ളതാണ്. ഇത് ശ്രീലേഖ മാഡമാണോ വേറെ ആണോ എന്നൊരു വിഷയമല്ല. കൗൺസിലേഴ്സിന് ഇരിക്കാൻ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള സ്ഥലം വേണം. ഇപ്പോൾ എനിക്ക് കവടിയാർ വാർഡിലുള്ള വിവേകാനന്ദ പാർക്കിലുള്ള ഓഫീസ് വളരെ പരിമിതികളുള്ള ഓഫീസാണ്. എന്നാൽ അവിടെ നമ്മൾ മാറി ഇരിക്കാൻ പോവുകയാണ്. അങ്ങനെയുള്ള ഒരു പരിമിതമായിട്ടുള്ള സ്ഥലത്തിൽ കൗൺസിലേഴ്സ്, അത് CPM BJP എന്നില്ല, കൗൺസിലേഴ്സിനുള്ള ഓഫീസ് കൗൺസിലേഴ്സ് കൊടുക്കാനുള്ള നിലപാടെടുക്കണം. അതിന് ഈ കോർപ്പറേഷൻ പക്ഷേ ഇനിയിപ്പം ആ നഗരസഭയായിട്ടുള്ള കോൺട്രാക്ട് കഴിഞ്ഞ് മാറാൻ പറഞ്ഞാൽ അത്രയും നല്ലത്. പക്ഷേ ഞാൻ ശ്രീ വി കെ പ്രശാന്ത് ആയിരുന്നെങ്കിൽ ഇതിന് പോകാതെ നേരത്തെ തന്നെ ആ 31-32 എന്നുള്ള MLA ഹോസ്റ്റലിലെ മുറി ഇരുന്നേനെ. അവർ പറയുന്നൊരു ഭാഗം MLA ഹോസ്റ്റലിൽ ഒന്നും ആൾക്കാർ കാണാൻ പറ്റത്തില്ല, അതൊക്കെ തട്ടിപ്പാണ്. MLA ഹോസ്റ്റൽ ശ്രീ ആൻ്റണി രാജുവിൻ്റെ ഓഫീസ് MLA ഹോസ്റ്റലിലാണല്ലോ, ശ്രീ K മുരളീധരൻ MLA ഹോസ്റ്റലിൽ പ്രവർത്തിച്ചാണല്ലോ. ഞാൻ MLA ആകുമ്പോൾ MLA ഹോസ്റ്റലിലും ആര്യനാടത്തെ ഓഫീസിലും വാടക കൊടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ MLA ഹോസ്റ്റലിൽ വരുന്ന ആളുകളെ ആരും തടയാൻ പോകുന്നില്ല. വട്ടിയൂർക്കാവിൻ്റെ ഹൃദയഭാഗത്താണ് ഈ പട്ടം, കുന്നുകുഴി, കേശാസുരം, നാലാഞ്ചിറ, നന്തങ്കോട് തുടങ്ങിയ ഭാഗങ്ങളിലെ ആളുകൾക്ക് പോകാൻ MLA ഹോസ്റ്റൽ എളുപ്പം. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ശാസ്ത്രമംഗലത്തെ ഓഫീസിൽ എത്തുന്നത് ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഇഷ്ടം, അദ്ദേഹത്തിൻ്റെ തീരുമാനം. പക്ഷേ 800 രൂപയ്ക്ക് എടുക്കുന്നത് ശരിയല്ല. 15,000 രൂപ 20,000 രൂപ ശാസ്ത്രമംഗലം, വെള്ളയമ്പലം, കവടിയാറിലെ കമേഴ്ഷ്യൽ റേറ്റ് വാങ്ങിക്കണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ 800 രൂപയ്ക്ക് ആ ഓഫീസ് എടുക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. ശബരി, ഇത് ഈ 2019 ജയിച്ച കാലം മുതൽക്ക് തന്നെ ഇത് കൃത്യമായി വാടക അടച്ചുകൊണ്ട് അത് നിയമപരമായിട്ട് തന്നെ ഏറ്റെടുത്തതാണ് ഇങ്ങനെ ഒരു MLA ഓഫീസ്. അപ്പോൾ അതിന്ന് അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും നിലയ്ക്ക് അത് സ്വന്തമാക്കുക, അത്തരത്തിലുള്ള പ്രവൃത്തിയായിട്ടാണ് അതിന്? ഇല്ല, ഞാൻ പറയുന്നത് നേരത്തെ ചെയ്തെങ്കിലും ആ ഓഫീസ് പണ്ട് മുതൽക്കേ ഒരു കോർപ്പറേഷൻ കൗൺസിലേഴ്സിന് വേണ്ടി തുടങ്ങിയ ഓഫീസാണ്. അന്ന് ബിന്ദു ചേച്ചി, എൻ്റെ അയൽവാസിയായിട്ടുള്ള ബിന്ദു ചേച്ചി CPM കൗൺസിലർ ആയിരുന്നപ്പോഴാണ് ആ ഓഫീസ് ശ്രീ പ്രശാന്തിന് കൊടുത്തത്. ഞാൻ മനസ്സിലാക്കുന്നത് അന്നേ ശ്രീ പ്രശാന്തിന് MLA ഹോസ്റ്റലിലെ റൂം കൊടുത്തിരുന്നു. പക്ഷേ അവിടെ സൗകര്യങ്ങളില്ലാന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങോട്ട് മാറി, അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. ഒറ്റ കാര്യം പറയാനുള്ളൂ, കൗൺസിലേഴ്സിനുള്ള സ്പേസ് അതേത് പാർട്ടിയാണെങ്കിലും കൗൺസിലേഴ്സിന് ഉപയോഗിക്കാൻ കൊടുക്കുക. അദ്ദേഹത്തിന് ഒരു ആഡഡ് സൗകര്യമുള്ളത് MLA ഹോസ്റ്റലിലെ റൂം ഇവിടെ തന്നെ ഉള്ളതുകൊണ്ടും 1 അല്ല 2 മുറി അദ്ദേഹത്തിൻ്റെ പേരിൽ അവിടെ കമ്പ്യൂട്ടർ സൗകര്യമുണ്ട്, പ്രിൻ്ററുണ്ട്, വൈഫൈ ഉണ്ട്, വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഈ ആളുകൾക്കെല്ലാം ഒരു ബസ് നേരെ ഇറങ്ങിയ പാളയംപള്ളിയിലൂടെ ബസ് ഇറങ്ങാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അദ്ദേഹം അങ്ങോട്ട് മാറണം എന്നുള്ള, ഞാൻ അദ്ദേഹമായിരുന്നെങ്കിൽ അങ്ങോട്ട് മാറുകയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കഴിഞ്ഞ 7 വർഷമായി താൻ ഉപയോഗിക്കുന്ന ഓഫീസാണ്. മണ്ഡലത്തിൻ്റെ സെൻറ്റർ കേന്ദ്രീകരിച്ച് ജനങ്ങൾക്ക് വന്നു പോകാൻ ഒരു ഓഫീസ് വേണമെന്നുള്ളത് ജനങ്ങളുടെ അടക്കം ആവശ്യമാണ് എന്നുള്ളതാണ് VK പ്രശാന്തിൻ്റെ വിശദീകരണം. അല്ല, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഇവിടെയാണ് ഓഫീസ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോട്ടെ. പക്ഷേ ഈ പറഞ്ഞ 800 രൂപ അത് കുറവാണ്. അത് നഗരസഭയാണ് തീരുമാനം എടുക്കേണ്ടത്. അദ്ദേഹം ആ 800 രൂപ എന്നുള്ള എമൗണ്ട്, ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കവടിയാർ ജവഹർനഗറിലെ കണ്ടം ചെയ്തിരിക്കുന്ന ഹൗസിംഗ് ബോർഡിൻ്റെ ബിൽഡിങ്ങിൽ അവിടെ ഞാൻ ചോദിച്ചപ്പോൾ ഒരു ബാർബർ ഷോപ്പ് ഓടുന്നത് 15,000 രൂപയാണ് വാടക. ഞാൻ 15,000 രൂപ ഒരു ജനപ്രതിനിധിയുടെ ഓഫീസിന് വാങ്ങിക്കണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ 800 രൂപ എന്ന് പറയുന്നത് വളരെ ക്രൂരമാണ്. ഇത് ആളുകൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം മേയർ VV രാജേഷ് പറഞ്ഞത് ജനപ്രതിനിധികളുടെ ഇത്തരം ഓഫീസുകളുടെ വാടക പുനർനിശ്ചയിക്കുന്നത് സംബന്ധിച്ച്, കാരണം ജനങ്ങൾ വന്നു പോകുന്ന സ്ഥലമാണ്. മറ്റിടങ്ങൾ, അതായത് നഗരസഭയുടെ മറ്റിടങ്ങളിൽ സ്വകാര്യ വ്യക്തികൾക്ക് നൽകിയ കെട്ടിടങ്ങളിൽ കുറഞ്ഞ വാടക വാങ്ങുന്നു, അത് പുനഃപരിശോധിക്കുമെന്ന് BJP പറഞ്ഞു. അപ്പോൾ അതായത് BJPയേക്കാൾ കൂടുതൽ ഈ ആവശ്യം അങ്ങ് മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇടത് കേന്ദ്രങ്ങൾ പറയുന്നത്. അല്ല, ഈ നാട്ടിലെ നഗരസഭയുടെ ടാക്സ് കൂട്ടണമെന്നുള്ള ഒരു പൗരനായ പ്രതിപക്ഷത്തോട് എനിക്ക് പറയാനുള്ള അവകാശമില്ലേ? ഈ നഗരസഭയിൽ പ്രോപ്പറായിട്ട് പിരിക്കണം. ഇവിടെ കാലാകാലങ്ങളായിട്ട് CPM ഇഷ്ടമുള്ള ആളുകൾക്ക് 200 രൂപയ്ക്ക് 300 രൂപയ്ക്ക് കൊടുക്കുന്ന വാടക കെട്ടിടങ്ങൾ പുനഃപരിശോധിക്കണം. അതിലൊരു തെറ്റുമില്ല. പക്ഷെ അത് പറയുമ്പോൾ കയറി സംഖ്യപ്പട്ടം ചാർത്തി നമ്മളത് സംഖ്യയാക്കി പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇവിടുത്തെ CPM ഏറ്റെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ പറയാനുള്ള കാരണം ഇന്നലെ മുതൽ ഇതൊരു രാഷ്ട്രീയ വിവാദമാക്കി മാറിയിരിക്കുകയാണ്. കാരണം ഇന്നലെ ഇപ്പോൾ അതൊരു ആദ്യഘട്ടത്തിൽ അത് സ്വന്തം ഓഫീസ് ഒഴിഞ്ഞു മാറി തൻ്റെ ഓഫീസിന് കൂടുതൽ സൗകര്യം വേണമെന്ന് ശ്രീലേഖ ആവശ്യപ്പെട്ടെങ്കിൽ പോലും പിന്നെ മന്ത്രിമാരടക്കം രംഗത്ത് വരികയാണ് ചെയ്തത്. പക്ഷേ അതിലൊരു മൂന്നാം കക്ഷിയായിട്ട് ഇപ്പോൾ ശബരി കൂടി ചേരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് വേറെ രീതിയിലല്ലേ വ്യാഖ്യാനം? അല്ല, ഒരു രീതിയല്ല. ഇവരെന്താ വിചാരിക്കുന്നത്? CPM പറയുന്ന എല്ലാത്തിനും കൈയടിക്കണോ? അല്ലെങ്കിൽ BJP പറയുന്ന എല്ലാത്തിനും കൈയടിക്കണോ? ഇവിടെ പഠിച്ചുകൊണ്ട്, ഞാൻ ഇന്നലെ ഒരു ചാനലിൽ ബൈറ്റ് കൊടുത്തായിരുന്നു. അതിനുശേഷം പഠിച്ചുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് പറയുന്നത്. മനസ്സിലാക്കിയപ്പോൾ 31-32 റൂം 2 റൂം പ്രശാന്തിനുണ്ട്. അവിടെ അദ്ദേഹം വരാറില്ല, പക്ഷേ വേറെ ഒരാൾ വരുന്നതുകൊണ്ട് അത് പറയുക എന്നുള്ള എൻ്റെ പ്രതിപക്ഷ ധർമ്മമല്ലേ? ഈ പ്രതിപക്ഷ ധർമ്മം എന്ന് പറയുമ്പോൾ അത് ഭരിക്കുന്ന BJPക്കെതിരെയും ഇവിടെ ഭരിച്ചു മുടിച്ച് LDFനെതിരെയാണ്. അപ്പോൾ LDFനെതിരെ പറയുമ്പോൾ ഇതിനെ BJPക്കാരനാക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു ബൈറ്റ് കൊടുത്തു. അതിനുശേഷം പഠിച്ചപ്പം നിള ബ്ലോക്കിൽ 31-32 റൂമിൽ MLA വരാറില്ല, പക്ഷേ വേറെ ആളുകൾ വരുന്നുണ്ടോ താമസിക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞു. അത് പറയുന്നത് രാഷ്ട്രീയ ധർമ്മമല്ലേ? ആ ധർമ്മം തന്നെ UDF കാണിക്കും. ഇവിടെ വിഷയാധിഷ്ഠിതമായിട്ടുള്ള നിലപാട്. ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യം, ഈ നഗരത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇവിടെയുള്ള എല്ലാ സഹായങ്ങളും അതിൽ നിന്ന് വ്യതിയാനം ചെയ്യുകയാണെങ്കിൽ സമരമായിട്ട് നമ്മൾ ഉണ്ടാകും. ഈ വിഷയത്തിൽ വിഷയാധിഷ്ഠിത നിലപാട് 101 കൗൺസിലേഴ്സിന് വേണ്ടി
അത് UDF ആകട്ടെ LDF ആകട്ടെ BJP ആവട്ടെ, അവർക്ക് ആത്മാഭിമാനത്തോടെ നന്നായിട്ട് പ്രവർത്തനം ചെയ്യാനുള്ള സംവിധാനങ്ങൾ കോർപ്പറേഷൻ ഒരുക്കണം. അങ്ങനെയുള്ള സൗകര്യങ്ങൾ മറ്റാളുകൾ നിൽപ്പുണ്ടെങ്കിൽ നഗരസഭ തീരുമാനിച്ച് മാറ്റണം. അതോടൊപ്പം VK പ്രശാന്തിന് ഈ പറഞ്ഞ 31, 32 വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ശ്രീ ആൻ്റണി രാജു ചന്ദ്രഗിരി ബ്ലോക്കിൽ പ്രവർത്തിക്കുമ്പോൾ തൊട്ടടുത്തുള്ള നിള ബ്ലോക്കിൽ പ്രവർത്തിക്കാൻ എന്താണ് ബുദ്ധിമുട്ട്? ആ ഒരു ചോദ്യം മറുപടി പറയൂ. അല്ലെങ്കിൽ ആ 31, 32 നമ്പർ റൂമിൽ ആരാണുള്ളത്? അതിനും ജനങ്ങളല്ലേ ടാക്സ് കൊടുക്കുന്നത്? BJPയുടെ ബുൾഡോസർ രാജിന് ശബരിനാഥൻ കുടപിടിക്കുന്നു എന്നാണ് VK പ്രശാന്ത്. അല്ല, അത് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെയൊക്കെയുള്ള ന്യായങ്ങൾ പറഞ്ഞാണ് CPM-കാർ BJPക്ക് ഈ ഭരണം കൊടുത്തത്. CPM-കാരാണല്ലോ ഈ കോർപ്പറേഷൻ്റെ ഭരണം BJPയുടെ കയ്യിൽ താളത്തിക്കൊണ്ട് കൊടുത്തത്. അതിൽ നിന്ന് പഠിക്കാതെ അവർ വീണ്ടും കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുകയാണ്. എനിക്ക് ഇവിടെ പറഞ്ഞ CPM-കാർ സോഷ്യൽ മീഡിയയിൽ സംഘിപ്പെട്ടതൊന്നുണ്ട്, സംഘിയാകുന്നോ ഒന്നുമില്ല. കൃത്യമായിട്ടുള്ള നിലപാട് അത് LDF ആണെങ്കിൽ BJP ആണ്, അതെതിരെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അല്ലാതെ ഇന്നിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നാളെ BJP എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കാൻ പോകുന്നില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ കൂടെ നിങ്ങൾ സംഘിപ്പട്ടം ചാർത്തി സംഘിയാക്കി അങ്ങനെയൊന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യം എനിക്കില്ല. ആ രാഷ്ട്രീയമല്ല എൻ്റെത്. നിലപാട് പറഞ്ഞു തന്നെ മുന്നോട്ട് പോകുന്നത്. ഇത് പ്രത്യേക വിഷയം മാത്രമല്ല, കഴിഞ്ഞ 40 വർഷത്തെ ഇതുപോലെ കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളൊക്കെ പരിശോധിക്കാനാണ് ഇപ്പോൾ കോർപ്പറേഷൻ തീരുമാനം. പരിശോധിക്കട്ടെ, നമുക്കൊരു ഭയമില്ല എന്ന്. പരിശോധിച്ച് നിങ്ങൾ ഡേറ്റ അടിസ്ഥാനമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊണ്ടുവരും, നമ്മൾ കൃത്യമായിട്ടുള്ള മറുപടി പറയും, ഒരു സംശയം വേണം.